നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂരിൽ പോയ സമയത്ത് അവിടെ ഒരു ചെറിയൊരു മലയാളികൾ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ ചെന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ സബ്ജക്റ്റ് തന്നുകൊണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്ന്, ഹിന്ദു എന്ന് പറയുന്ന സബ്ജക്റ്റ്, ചെറിയൊരു സബ്ജക്റ്റ് ആണ്, പെട്ടെന്ന് തന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാക്കാണല്ലോ ഹിന്ദു എന്ന് പറയുന്ന വാക്ക്. ആ ഹിന്ദു എന്ന് പറയുന്ന വാക്ക്, അതിനെക്കുറിച്ചൊരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അത് 15 മിനിറ്റ് ആയി. അങ്ങനെ ആ സംസാരിക്കാൻ വേണ്ടി അവിടെ കയറിയ സമയത്ത്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു സംഘപ്രചാരകനുമായിട്ട് നമ്മുടെ കേരളത്തിലെ നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തെ കുറിച്ചുള്ള ഒരു സംഭാഷണം ഞങ്ങൾ തമ്മിൽ നടന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ ഭാഷാ പിതാവായിട്ടുള്ള എഴുത്തച്ഛന്റെ പ്രതിമ മലപ്പുറത്ത്, അദ്ദേഹത്തിന്റെ ജന്മഗേഹമായിട്ടുള്ള തുഞ്ചൻ പറമ്പിൽ സ്ഥാപിക്കാൻ പറ്റാത്തതും, മലയാള ഭാഷ ഇന്ന് കൃത്യമായിട്ടും കേരളത്തിൽ അന്യം നിന്ന് പോകുന്നു എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ കടന്നു വന്നൊരു കാര്യമാണ്. ആകസ്മികമായിട്ടൊന്ന് പറയട്ടെ, ഒരു വിഷയം പ്രത്യേകമായിട്ട് അതിൽ കടന്നു വന്നു. അതായത് നമ്മൾക്കറിയാം, നമ്മുടെ ഭരണകാര്യങ്ങളിലും അതുപോലെ സർക്കാർ രേഖകളിലും, നമ്മുടെ SLC ബുക്ക് ആയിക്കോട്ടെ, എന്തൊരു അപേക്ഷ ആയിക്കോട്ടെ, ഇതിലൊക്കെ വരുന്നൊരു കാര്യമുണ്ട്. അച്ഛന്റെ പേര് അതല്ലെങ്കിൽ പിതാവിന്റെ പേര്, അമ്മയുടെ പേര് അതല്ലെങ്കിൽ മാതാവിന്റെ പേര് എന്നുള്ളൊരു കോളം നമ്മളെല്ലാവരും പൂരിപ്പിക്കാറുണ്ട്. ഒരു പക്ഷേ ഇനി വരും നാളുകളിൽ അതുപോലും കേരളത്തിൽ അപ്രത്യക്ഷമാവുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച, ഏകദേശം ഒരാഴ്ചയാവുന്നേ ഉള്ളൂ, 7 ദിവസം ആവുന്നുള്ളൂ സംസാരിച്ച് പിരിഞ്ഞിട്ട്. ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നു. അത് ഞങ്ങൾ അന്ന് സംസാരിച്ചത് കൃത്യമായിട്ട് യാദൃച്ഛികമായിരുന്നെങ്കിൽ ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം, ഒരാള് അച്ഛനായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അയാൾ ഒരു കുഞ്ഞിന്റെ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ഇതൊക്കെ നമ്മൾ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനും ഒരു അച്ഛനായി എന്നുള്ള ഭാഷ ഉപയോഗിക്കാറുണ്ട്. അവിടെ നമ്മൾ അച്ഛൻ എന്നുള്ളത് പിതാവ് എന്നുള്ള, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് എന്ന രീതിയിൽ തന്നെയാണ്, സന്തോഷത്തോടെയാണ് നമ്മളത് ചെയ്യാറ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് മറ്റാരുമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. സജീർ കൊപ്പം എന്ന് പറയുന്ന, സജീർ കൊപ്പം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ID കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. സജീർ കൊപ്പം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു മ്യൂസീഷ്യൻ ആണ്. അദ്ദേഹം പാട്ട് എഴുതുകയും പാട്ട് പാടുകയും, അത്തരത്തിൽ ആ ഒരു മ്യൂസിക്കിന്റെ ലോകമാണ് അദ്ദേഹത്തിന്റെ ലോകം. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് പിറന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോ ചിത്രീകരിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ പേജിൽ ചെയ്യുന്നു. എനിക്ക് ഒരു ബേബി ബോയ് പിറന്നു, ഞാനൊരു അച്ഛനായി എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര സന്തോഷത്തോടെ ആയിരിക്കും ആ മനുഷ്യൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആലോചിച്ചു. എന്നാൽ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് കേരളം മാറിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ ഉണ്ടല്ലോ മക്കളെ, പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അത് ഞമ്മന്റെ മമ്മദോളികൾ, ഞമ്മന്റെ മദ്രസ പൊട്ടന്മാർ കിടന്ന് മെഴുകുകയാണ്. നോക്കൂ, ഇവരെ കുറിച്ച്, ഈ വിഭാഗത്തെ കുറിച്ച് ഇനി സംസാരിക്കാൻ വയ്യ. ഇവറ്റകളെ ഒന്നും പറഞ്ഞാൽ നന്നാവില്ല എന്ന നിലപാട് സത്യത്തിൽ ചില സമയത്തൊക്കെ ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ ഇവറ്റകൾ സംസാരിപ്പിച്ചേ തീരൂ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കാതിരിക്കുക? അതും നമ്മുടെ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഞാൻ അവന്റെ അച്ഛനായി എന്നാണ് സന്തോഷത്തോടെ പറഞ്ഞത്. അവിടെ അദ്ദേഹം അച്ഛൻ, പിതാവ് എന്ന് ഭാഷ ഉപയോഗിച്ചപ്പോൾ ഇവിടെ ഞമ്മന്റെ ആളുകൾ എന്താ പറഞ്ഞെന്ന് അറിയാമോ? നോ, അങ്ങനെ പറയത്, ഞമ്മന്റെ മഹോന്നതനെ നീ ഓർക്കണം, നീ നിലകൊള്ളുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ നീ ഓർക്കണം, നീ ഇസ്ലാമാണ്, മുസ്ലിമാണ്, നീ ഒരിക്കലും അച്ഛൻ എന്ന് പറയാൻ പാടില്ല, പിതാവ് എന്ന് പറയാൻ പാടില്ല, മാതാവ് എന്ന് പറയാൻ പാടില്ല, അമ്മ എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്താ പറയേണ്ടത്? ബാപ്പ, ഉമ്മ, ഇതേ പറയാൻ പാടുള്ളൂ എന്നത് കൃത്യമായിട്ടും കേരളത്തിലെ മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ടും ഒരുപാട് കമന്റുകൾ ഉപ്പ എന്ന് പറയാൻ കുറച്ചിലായിരിക്കും. എന്തായാലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, വലിയ അള്ളാഹുവിന്റെ വിശ്വാസക്കാരനാ. ഇദ്ദേഹം ചെയ്ത തെറ്റെന്താ? അർത്ഥം കൊണ്ട് പിതാവ് എന്ന മീനിങ് ഉള്ള അച്ഛൻ എന്ന് പറയുന്ന ആ വേർഡ് ഉപയോഗിച്ചു. അതാണ് ഞമ്മന്റെ ആളുകൾക്ക് അങ്ങോട്ട് ചൊറിച്ചിൽ വന്നത്. ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ സ്ഥാനത്തിന് അർഹനല്ല എന്ന ഒരുത്തൻ പറഞ്ഞിരിക്കുന്നത് ബാവാ മലപ്പുറം. ഇവനൊക്കെ ഇവന്റെ തന്തയുടെയും തള്ളയും അല്ലെങ്കിൽ ഇവന്റെയൊക്കെ മക്കളുടെ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത തന്തയാണ്. കാരണം വല്ല മദ്രസ പൊട്ടന്മാരും കയറി ഇറങ്ങി ഉണ്ടായതായിരിക്കാം ഇവന്റെ മക്കൾ. അതുകൊണ്ടായിരിക്കാം ഈ ബാവ മലപ്പുറം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ID കാരൻ പറഞ്ഞു. ഇനി പറയുന്ന മറ്റൊരു കാലത്ത് എന്താണ്, ജല്ലൂട്ടി
WTP, ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണോ? അങ്ങനെ ഇനി പറയുന്നു, അനുഗ്രഹം കൂടുമ്പോൾ തരുന്നവനെ മറക്കുന്നു, രക്ഷിതാവ് എന്നൊരു പദമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു, പള്ളിക്കൂടത്തിൽ പഠിക്കാത്തതിന്റെ കുറവാണ്. നോക്കൂ, പള്ളിക്കൂടത്തിൽ പഠിച്ച നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവാറ്? പിതാവിന്റെ പേര്, അതല്ലെങ്കിൽ അച്ഛന്റെ പേര്, മാതാവിന്റെ പേര്, അമ്മയുടെ പേര്, ഇങ്ങനെയല്ലേ ഉണ്ടാവാറ്? അവിടെ ബാപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, മമ്മിയുടെ പേര്, ഡാഡിയുടെ പേര് എന്നുണ്ടാവാറുണ്ടോ? ഇല്ല. തനതായ നമ്മുടെ മാതൃഭാഷാ ശൈലിയാണ് അച്ഛന്റെ അതല്ലെങ്കിൽ പിതാവിന്റെ പേര്, ഈ അമ്മയുടെ അതല്ലെങ്കിൽ മാതാവിന്റെ പേര്. ഞമ്മൻ എന്താ വേണ്ടത്? ഞമ്മനത് പറ്റൂല. ഞമ്മന് ഉപ്പയായിരിക്കണം, ഉമ്മയായിരിക്കണം. ഈ രീതിയിലേക്ക് തരം താണ വർഗീയ കോമരങ്ങളായി മാറിയിരിക്കുന്നു ഈ വിഭാഗം. ഇവർ തന്നെയാണ് ഇവരുടെ ശവക്കുഴി വെട്ടുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് ലോകമെല്ലാം എന്തിനാണ് ഇവരെ വെറുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു അസ്സലാം വലൈക്കും അതല്ലെങ്കിൽ ഞമ്മന്റെ തല്ലാഹു കുക്കുംബർ, ഇങ്ങനെ റീന ഫ്രാൻസിസ് അദ്ദേഹം അവരൊക്കെ പറയുന്ന പോലെ തല്ലാഹു കുക്കുംബർ, ആമീൻ, നെയ്മീൻ, കരിമീൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്ക് ഇത് കാണുമ്പോൾ ഇവര് തന്നെയാണ് ഇവരുടെ കമ്മ്യൂണിറ്റിയെ ഈ ലോകത്തിന് മുൻപിൽ നാണം കെടുത്തുന്നത്, അല്ലാതെ മറ്റാരുമല്ല. എന്നാൽ ഇവന്മാരുടെ വിചാരം എന്തെന്നറിയാം? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. ഞമ്മൻ ഇങ്ങനെ വേറിട്ട് എല്ലാം മറ്റേ ഇവന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കാഫിറുകളിൽ നിന്ന് വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞമ്മൻ എന്തോ ആണ് എന്നാണ് ഈ വർഗത്തിന്റെ വിചാരം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് ആകസ്മികമായി സംസാരിച്ചതാണെങ്കിൽ പോലും ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. മറ്റൊരു വ്യക്തിയുമല്ല. ഈ വ്യക്തിയെ നിങ്ങൾ എല്ലാവരും അറിയുന്നതാണ്. സജീർ കൊപ്പം എന്ന് പറയുന്ന ഈ പാവം പിടിച്ച മനുഷ്യനെ അറിയാത്തവന്മാരായിട്ട് ആരുമില്ല. ഈ സജീർ കൊപ്പത്തിന്റെ ഫേസ്ബുക്ക് പേജ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു 30-ാം തീയതിയാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത്. ഇന്ന് തന്നെയാ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നാളെ 31 അപ്പോൾ ഇന്ന് അദ്ദേഹം ഇട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിന് ഒരു കുഞ്ഞു പിറന്നു എന്ന് പറയുന്ന ആ സന്തോഷ വാർത്തയ്ക്ക് താഴെ പോലും ഞമ്മന്റെ ഈ മദ്രസ കുണ്ടന്മാർ, മദ്രസ പൊട്ടന്മാർ എത്രത്തോളം അസഹിഷ്ണുക്കളാണ് ഇവർ എന്ന് ചിന്തിച്ചു നോക്കും. മാത്രമല്ല, അസഹിഷ്ണുക്കൾ മാത്രമല്ല, ഈ ചങ്ങാതിയെ അഞ്ചോത്ത് നിസ്കരിക്കുന്ന അദ്ദേഹം ചെയ്ത വേറൊരു തെറ്റുകൂടി ഞമ്മന്റെ ആളുകളുടെ മുമ്പിലുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, അദ്ദേഹം ഒരു കലാകാരനാണ്. കലാകാരനും പാട്ടുകാരനും ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പിടിക്കുക? കഴിഞ്ഞ മാസം ജൂലൈ 30-ന് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആട്ടോ. പക്ഷെ ഇന്നാണ് അത് വൈറൽ ആവുന്നത്. ഇന്നാണ് ഞമ്മന്റെ മദ്രസ പൊട്ടന്മാരൊക്കെ മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങി ഉസ്താദിന്റെ മുൻപിൽ കുനിഞ്ഞു നിൽക്കുന്ന അവിടെ നിന്ന് ചെറിയൊരു റിലാക്സേഷൻ കിട്ടിയപ്പോ പുറത്ത് ചാടിയപ്പോഴാണ് കണ്ടത് ഈ സജീർക്കൊപ്പം ജൂലൈ 30-ന് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാ. ഞാൻ 30 എന്ന് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടതാണെന്ന് കരുതി. ജൂലൈ 30-ന് ഇട്ടതാ. അതൊന്ന് കേറി നോക്കുക. ഏകദേശം ഒരു 5-6 പോസ്റ്റ് മേലോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. സജീർക്കൊപ്പം എന്ന് മാത്രം നിങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ കാണുന്നുണ്ടല്ലോ, സജീർക്കൊപ്പം എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒന്ന് പോയി നോക്കുക. ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഞാനും ഒരു അച്ഛനായി എന്ന് സന്തോഷത്തോടെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും പറയാൻ ഇവിടെ അവകാശമില്ലാതായി മാറിയിരിക്കുന്നു. നമ്മൾക്കറിയാം, മലയാള ഭാഷാ പിതാവിന്റെ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലമായിട്ടുള്ള തുഞ്ചൻ പറമ്പിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി പ്രതിമ ഉണ്ടാക്കുകയും അത് സ്ഥാപിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞമ്മന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭരിക്കുന്ന മതേതരന്മാരുണ്ടല്ലോ, മദ്രസ പൊട്ടന്മാര്, മതേതര ലീഗുകാർ പറഞ്ഞു, അങ്ങനെ പ്രതിമയും ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഹറാമാണ്, അവിടെ പ്രതിമ സ്ഥാപിക്കാൻ പറ്റില്ല, ഞമ്മന്റെ പൊത്തകത്തിൽ അത് ഹറാമാണ്, ഞമ്മന്റെ മഹോന്നത് അത് ഹറാമാണ്, അതുകൊണ്ട് അത് സ്ഥാപിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഉണ്ടാക്കിയ ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ആ പ്രതിമ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ വലിയ പാരമ്പര്യമുണ്ട് മലയാള ഭാഷാ നാടായിട്ടുള്ള ഈ കേരളത്തിന്. ഇവിടുത്തെ ഭാഷാ പിതാവ് മാത്രമല്ല, ഇവിടുത്തെ മാതൃഭാഷ സത്യത്തിൽ ഞമ്മന്റെ ആൾക്കാരുടെ ഏതാണെന്നറിയോ? അറബിയ. സൗദി അറേബ്യ പോലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബി രാജ്യത്ത് പോലും ഇത്ര കണ്ട് അറബിയെ സ്നേഹിക്കുന്നവന്മാരുണ്ടാവില്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ ഒരു സ്കൂളിൽ ചെന്ന് നോക്കും. ആ സ്കൂളിൽ മതേതര രാജ്യമാണല്ലോ നമ്മുടേത്, വലിയ മതേതര നവോത്ഥാനക്കാരാണല്ലോ ഞമ്മന്റെ കേരളക്കാര്. എന്നാൽ ഒരു അറബി ഭാഷയ്ക്ക് കിട്ടുന്ന ആ ഒരു പ്രാധാന്യം നമ്മുടെ സംസ്കൃതത്തിനോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അവരുടെ ഒരു മതഭാഷയുണ്ടല്ലോ, ആ ഭാഷ ഏതെന്ന് എനിക്കറിയില്ല, അവരുടെ ആ ഭാഷയ്ക്കോ കിട്ടുമോ? ഇല്ല. 1-2 കുട്ടികൾ
ഉണ്ടെങ്കിൽ തന്നെ, അറബിക് ഉണ്ടെങ്കിൽ അവർക്ക് അധ്യാപകനെ വെച്ച് അവരെ അറബി പഠിപ്പിക്കണം. എന്നാൽ സംസ്കൃതത്തിലോ എത്രയോ ഇരട്ടി 10ഉം 30ഉം കുട്ടികളുടെ മേലെ ഉണ്ടെങ്കിൽ മാത്രമേ സംസ്കൃത അധ്യാപകനെ വെക്കുകയുള്ളൂ. അത് വെക്കാറുണ്ടോ? ഇല്ല. ലോവർ തലങ്ങളിൽ LP സ്കൂളിൽ അത് വെക്കില്ല. UP വരുമ്പോഴോ, UP വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. UP ഉള്ളത് കൊണ്ട് എന്താ കാര്യം? സംസ്കൃതത്തിന്റെ ബേസിക് കിട്ടാതെ ഒരിക്കലും UP ഒരു കുട്ടി സംസ്കൃതത്തിന് ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ശോഭിക്കാനാവില്ല. അതുപോലെ ക്രിസ്ത്യാനികളുടെ മതഭാഷയുള്ള ആ ഭാഷ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞമ്മന്റെ ഭാഷ പഠിപ്പിക്കും. കാരണം എന്താ? ഇത് ഞമ്മന്റെ ഭൂരിപക്ഷ നാടായി മാറി എന്നുള്ളത് രാഷ്ട്രീയക്കാർക്കറിയാം. നമ്മൾക്കാർക്കും അതിന്റെ കണക്ക് കിട്ടിയിട്ടില്ലെങ്കിലും 2011 ശേഷം ഇങ്ങോട്ട് ഈ സെൻസസ് നടക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും അന്ന് സെൻസസ് നടന്ന ആ കാലവും ഈ കാലവും തമ്മിൽ വ്യത്യാസം ഏകദേശം 13-14 വർഷം പിടിക്കുമ്പോൾ ഈ 13-14 വർഷത്തിനുള്ളിൽ ഇവിടെ നടന്നത് ജനസംഖ്യാ വിസ്ഫോടനമാണ്. ബോംബ്, ആറ്റം ബോംബ് ഇട്ട പോലെയാണ് ഇവിടെ പെരുകിയിരിക്കുന്നത് എന്ന് രാഷ്ട്രീയക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഈ സജീർ കൊപ്പത്തിന് ഞാനൊരു അച്ഛനായി എന്റെ കുഞ്ഞ് പിറന്നു എന്ന് പറയാനുള്ള അവകാശം പോലും കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ ആ ഒരു വീഡിയോ ഇട്ടതിന് താഴെ ഒരു കുഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ജനിച്ചിട്ടായിട്ടുള്ളൂ എന്ന അതുപോലും കണക്കിലെടുക്കാതെ അതിന്റെ അടിയിൽ മദ്രസ പൊട്ടന്മാർ കിടന്ന് മെഴുകുകയാണ്. ഒന്ന് പോയി നോക്കുക. പറ്റുന്നവരെല്ലാം ഈ ഞമ്മന്റെ മദ്രസ പൊട്ടന്മാർക്ക് മറുപടി കൊടുക്കുക. ഒന്നും ചെയ്യേണ്ട, സജീർക്കൊപ്പം എന്നടിക്കുക. അത് അടിക്കുമ്പോൾ തന്നെ അത് വൈറൽ ആയതുകൊണ്ട് നിങ്ങൾ അടിക്കുമ്പോൾ തന്നെ അത് അവിടെ കയറി വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മ്യൂസിക് ബാൻഡും കാര്യങ്ങളും മ്യൂസിക്കിന്റെ മേഖലയാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഞമ്മക്ക് ഹറാമായത് കൊണ്ട് ഇദ്ദേഹം എന്തെങ്കിലും ചെറിയൊരു വാക്ക് ഇടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞമ്മന്റെ പൊട്ടന്മാർ. എന്തായാലും പൊട്ടന്മാർ ഇന്ന് അർമാദിച്ച് കളിക്കട്ടെ. നമ്മൾ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി എന്നേ. കാരണം ലോകം മുഴുവൻ ഇന്ന് ഇവന്മാരെ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവന്മാർ ഇരന്ന് വാങ്ങിയതാ. ഇവന്മാർ ഇതുപോലത്തെ ഈ അസഹിഷ്ണുത കാണിച്ച് അവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിന്റെ മേൽ കുതിര കയറി അവസാനം ഭൂരിപക്ഷ സമുദായം എടുത്ത് തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇവന്മാരെ ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ചകൾ UK-ലൊക്കെ കാണാൻ പറ്റും. ഒരുപാട് രാജ്യങ്ങളിൽ കാണാൻ പറ്റും. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അത് പറയാൻ കാരണം എന്താ അറിയാമോ? ഏതെങ്കിലും ഒരു നല്ല മുസ്ലിം എന്ന് പറയുന്ന, നല്ലതും ചീത്തയുണ്ട് എന്നാണല്ലോ ഇവിടെ വെപ്പ്, ഒരു നല്ല മുസ്ലിമും ഈ മദ്രസ പൊട്ടന്മാരുടെ കമന്റ് ഇട്ട അതിന് താഴെ വന്നുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയരുത്. അദ്ദേഹം അച്ഛനായി എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹത്തിന്റെ സന്തോഷം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അതിനെ മതവർഗീയ തിരിച്ചുകൊണ്ട് ബാപ്പ ഉമ്മ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നത് എന്ന് ഒരു നല്ല മുസ്ലിമും ചോദിക്കില്ല. അപ്പൊ നല്ല മുസ്ലിം ഉണ്ടോ ചീത്ത മുസ്ലിം ഉണ്ടോ എന്നുള്ളത് കൂടിയുള്ള തെളിവാണ് ഇവിടങ്ങളിലൊക്കെ കാണുന്നത്. എന്തായാലും ഇനി അച്ഛനും അമ്മയും ഒന്നും നടക്കൂല മക്കളെ, പിതാവ് അതല്ലെങ്കിൽ മാതാവ് ഒന്നും നടക്കില്ല മക്കളെ. അവിടെയൊക്കെ ഞമ്മന്റെ ബാപ്പയും ഉമ്മയും വരാൻ പോവുകയാണ്. ഇനി സ്കൂളുകളിലൊക്കെ പുതിയൊരു കോളം വരാൻ പോവുക. എന്താണെന്നറിയാമോ? അച്ഛൻ പിതാവ് അതല്ലെങ്കിൽ മാതാവ് അമ്മ എന്നുള്ളതിന്റെ അവിടെ ഒരു ബാർ കൊടുത്തിട്ട് ബാപ്പ ഉമ്മ എന്നുള്ള 2 വാക്ക് വരാൻ പോവാ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, എഴുതി വെച്ചോ, വല്ലാതെ വൈകാതെ തന്നെ ഇനി വരുന്ന മാസങ്ങൾക്കുള്ളിൽ അത് ഓരോ അപേക്ഷയിലും സർക്കാർ രേഖകളിലും ഒക്കെ നമ്മൾ പൂരിപ്പിക്കുന്ന സമയത്ത് ഈ 2 വാക്കുകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചോ എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് 100% ഉറപ്പാണ്. എന്തായാലും ഇവന്മാരുടെ വളർച്ച എങ്ങോട്ടാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ആ പോസ്റ്റുകൾക്ക് താഴെ ഇമാതിരി കമന്റുകളും തന്നെ വരണം. അപ്പോൾ ഇവന്മാരുടെ വളർച്ച ഇങ്ങോട്ട് തന്നെയാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കേണ്ട, അങ്ങോട്ട് തന്നെയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.